ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ കേരള PSC ടെക്നിക്കൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് സ്വാഗതം. ഈ ചാനലിൽ നമ്മൾ പ്രീവിയസ് ഇയർ ടെക്നിക്കൽ കേരള PSC ടെക്നിക്കൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് എക്സ്പ്ലനേഷൻ ആയിരിക്കും ഈ ഒരു ചാനലിലോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് റെഫ്രിജറേഷൻ മെക്കാനിക് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ റെഫ്രിജറേഷൻ മെക്കാനിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് തന്നെയാണ് നമ്മൾ ട്രേഡ്സ്മാൻ ജൂനിയർ ഇൻസ്ട്രക്ടർ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിലും ചോദിക്കാറ് ഓൾമോസ്റ്റ് സെയിം ക്വസ്റ്റ്യൻസ് ആണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 066/2016. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ഇസ് ഓപ്ഷൻ എ സെൻസിബിൾ ഹീറ്റ് ബൈ ലേറ്റന്റ് ഹീറ്റ്, ഓപ്ഷൻ ബി ടോട്ടൽ ഹീറ്റ് ബൈ സെൻസിബിൾ ഹീറ്റ്, ഓപ്ഷൻ സി ലേറ്റന്റ് ഹീറ്റ് ബൈ സെൻസിബിൾ ഹീറ്റ്, ഓപ്ഷൻ ഡി സെൻസിബിൾ ഹീറ്റ് ബൈ ടോട്ടൽ ഹീറ്റ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി സെൻസിബിൾ ഹീറ്റ് ബൈ ടോട്ടൽ ഹീറ്റ്. എന്താണ് ഈ സെൻസിബിൾ ഹീറ്റ്, എന്താണ് ടോട്ടൽ ഹീറ്റ് എന്ന് നോക്കാം. ടോട്ടൽ ഹീറ്റിന് അല്ലെങ്കിൽ ഹീറ്റിനെ നമുക്ക് രണ്ട് ക്ലാസ് ചെയ്യാം, ലേറ്റന്റ് ഹീറ്റും സെൻസിബിൾ ഹീറ്റും. ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അതായത് ഒരു ഫേസിൽ നിന്ന് വേറെ ഫേസിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അതിലിപ്പോൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെ. അതേപോലെ തന്നെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്രീസിങ് അല്ലെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് മെൽറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലോട്ട്, ഒരു ഫേസിൽ നിന്ന് വേറൊരു ഫേസിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഹീറ്റാണ്. അതായത് ഒരു ടെമ്പറേച്ചറിൽ നിന്ന് വേറെ ടെമ്പറേച്ചറിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത്. അവിടെ ഫേസ് ചേഞ്ച് ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ വാട്ടർ തന്നെ ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെ 1 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 50 ഡിഗ്രി സെൽഷ്യസ് വരെ മൂവ് വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റ്, അതിനെ നമ്മൾ സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുക. അവിടെ ഫേസ് ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ ടോട്ടൽ ഹീറ്റ് എന്ന് പറയുമ്പോൾ ലേറ്റന്റ് ഹീറ്റ് പ്ലസ് സെൻസിബിൾ ഹീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ, അതായത് സെൻസിബിൾ ഹീറ്റ് ബൈ ടോട്ടൽ ഹീറ്റ്, അതിനാണ് നമ്മൾ ഇതിൻ്റെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. അതായിരുന്നു അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 pound ഓഫ് വാട്ടർ ത്രൂ 1 degree Celsius ഇസ് കോൾഡ്. ഓപ്ഷൻ എ CHU, ഓപ്ഷൻ ബി BTU, ഓപ്ഷൻ സി കാലറി, ഓപ്ഷൻ ഡി സ്പെസിഫിക് ഹീറ്റ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ CHU. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ CHU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന പോലെ തന്നെ 1 pound ഓഫ് വാട്ടർ 1 degree Celsius ടെമ്പറേച്ചർ റൈസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ CHU എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓപ്ഷൻ ബി 1 BTU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 pound ഓഫ് വാട്ടർ 1 degree Fahrenheit ടെമ്പറേച്ചർ റൈസ് വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ 1 BTU എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 1 കാലറി ഓപ്ഷൻ സി 1 കാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 gram ഓഫ് വാട്ടർ 1 degree Celsius ടെമ്പറേച്ചർ റൈസ് വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ 1 കാലറി എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 kilogram ഓഫ് വാട്ടർ 1 degree Celsius ടെമ്പറേച്ചർ റൈസ് വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻ എ 1 CHU ആണ് ആൻസർ. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓയിൽ സെപ്പറേറ്റർ ഇസ് ഫിറ്റഡ് ഇൻ ബിറ്റ്വീൻ എന്നാണ് ശരിക്കും വേണ്ടത്. ഓപ്ഷൻ എ കണ്ടൻസർ ആൻഡ് ഇവാപ്പറേറ്റർ, ഓപ്ഷൻ ബി ഓൺ ദ സക്ഷൻ ലൈൻ, ഓപ്ഷൻ സി കംപ്രസർ ആൻഡ് കണ്ടൻസർ, ഓപ്ഷൻ ഡി അറ്റ് ദി റിസീവർ ഔട്ട്ലെറ്റ്. എന്താണ് ഈ ഓയിൽ സെപ്പറേറ്റർ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓയിൽ സെപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫ്രിജറൻറ്റിൽ നിന്ന് ഓയിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസിനെയാണ് നമ്മൾ ഓയിൽ സെപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഓയിൽ എവിടെയാണ് വരിക? നമുക്കറിയാം, ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ മെയിനായിട്ടുള്ള മെക്കാനിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് കംപ്രസറാണ്. കംപ്രസറിലാണ് ഈ റെഫ്രിജറൻറ്റ് കംപ്രസ് ചെയ്യപ്പെടുന്നത്. അവിടെയാണ് ഈ മോട്ടറും ഹൈ പവറുള്ള മോട്ടറിൻ്റെ ആവശ്യം. അതേസമയം കണ്ടൻസറിലും ഇതേപോലെയുള്ള വലിയ മെക്കാനിക്കൽ ഡിവൈസ് ഇല്ല, ജസ്റ്റ് ഒരു ഫാൻ മാത്രമേ ഉള്ളൂ. ഇവാപ്പറേറ്ററിലും ഇതേപോലെ വലിയ മെക്കാനിക്കൽ ഡിവൈസ് ഇല്ല, എക്സ്പാൻഷൻ വാൽവിലും വലിയ മെക്കാനിക്കൽ ഡിവൈസ് ഇല്ല. അപ്പോൾ വലിയ മെക്കാനിക്കൽ ഡിവൈസ് ഉള്ളത് ഈ കംപ്രസറിൽ മാത്രമാണ്. അപ്പോൾ ഈ കംപ്രസറിലാണ് മെക്കാനിക്കൽ ഡിവൈസ് മൂവ് ചെയ്യണത്. അതുകൊണ്ടാണ് കംപ്രസറിനാണ് വേറെ ടയർ ഉണ്ടാവാൻ സാധ്യത. അതുകൊണ്ട് കംപ്രസറിൽ തന്നെയാണ് ലൂബ്രിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ ലൂബ്രിക്കേഷൻ കൊടുക്കുമ്പോൾ ഉള്ള ഓയിൽ
റെഫ്രിജറൻ്റായിട്ട് മിക്സ് ആവുമ്പോഴാണ് നമ്മൾ ഈ ഓയിൽ സെപ്പറേറ്റർ ഉപയോഗിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് എപ്പോഴും കംപ്രസർ കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ഓയിൽ സെപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ കംപ്രസറിൽ ഈ പറയുന്ന മോട്ടറിൽ ഉപയോഗിക്കുന്ന ഓയിൽ അല്ലെങ്കിൽ ലൂബ്രിക്കൻ്റ് റെഫ്രിജറൻ്റായിട്ട് മിക്സ് ആവും. അപ്പോൾ ഈ പുറത്തേക്ക് വരുന്ന റെഫ്രിജറൻ്റ് അടുത്ത് കണ്ടൻസറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ കണ്ടൻസറിലോട്ട് പോകുന്നതിന് മുകളിൽ ഒരു ഓയിൽ സെപ്പറേറ്റർ വയ്ക്കും. ഈ ഓയിൽ സെപ്പറേറ്ററാണ് ഈ വരുന്ന റെഫ്രിജറൻ്റ് പ്ലസ് ഓയിലിൽ നിന്ന് ഓയിലിനെ മാറ്റി തിരിച്ച് കംപ്രസറിലോട്ട് കൊടുക്കും. റെഫ്രിജറൻ്റ് മാത്രം കണ്ടൻസറിലോട്ട് കൊടുക്കും. അപ്പോൾ ഓയിൽ സെപ്പറേറ്റർ എപ്പോഴും കംപ്രസറിനും കണ്ടൻസറിനും ഇടയിലായിരിക്കും വയ്ക്കുക. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. HFC should not went into atmosphere because option A, it is flammable in atmospheric temperature. Option B, it has high global warming potential. Option C, it is highly toxic. Option D, it is very costly gas. അപ്പോൾ HFC എന്ന് പറയുന്നത് ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് ആണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇറ്റ് ഹാസ് ഹൈ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് അല്ലെങ്കിൽ HFCs എന്ന് പറയുന്ന സാധനം അറ്റ്മോസ്ഫിയറിലോട്ട് വന്നു കഴിയുമ്പോൾ അതൊരു ബ്ലാങ്കറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് സൺലൈറ്റ് ഇങ്ങോട്ട് വരുന്നതിനെ തിരിച്ച് ഇങ്ങോട്ട് സൺലൈറ്റ് സണ്ണിൽ നിന്ന് എർത്തിലോട്ട് വരും, തിരിച്ച് റീബൗണ്ട് ചെയ്യുന്ന ഹീറ്റിനെ അത് ഇവിടെ തന്നെ തങ്ങി നിർത്തും. അതായത് ഈ ഒരു ബ്ലാങ്കറ്റ് പോലെ ഫോം ചെയ്ത് എർത്തിൽ തന്നെ ആ ഹീറ്റിനെ തങ്ങി നിർത്തും. അങ്ങനെ തങ്ങി നിർത്തുമ്പോൾ എർത്തിൻ്റെ ടെമ്പറേച്ചർ കൂടും. അതിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാക്കാൻ HFC സഹായിക്കും. ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഐസ് മെൽറ്റ് ചെയ്യും, പോളാർ ഐസ് മെൽറ്റ് ചെയ്യും, സീ ലെവൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ചെറിയ ഐലൻഡ്സൊക്കെ ഫ്ലഡഡ് ആവും. അതേപോലെ തന്നെ ക്ലൈമാറ്റിക് ചേഞ്ച് ഉണ്ടാവും. ഇതൊക്കെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റിൻ്റെ ദൂഷ്യഫലങ്ങൾ. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാക്കുന്നത് HFC ആണ്. അതുകൊണ്ടാണ് HFCനെ ബാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി, ഇറ്റ് ഹാസ് ഹൈ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലാണ് ആൻസർ. ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാരണമാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് വന്നത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രോസസ് ഓഫ് ചേഞ്ചിങ് സോളിഡ് ഇറ്റ് ഇൻ ടു ഇറ്റ്സ് വേപ്പർ സ്റ്റേറ്റ് വിത്തൗട്ട് പാസിംഗ് ത്രൂ ലിക്വിഡ് സ്റ്റേറ്റ് ഇസ് ഓപ്ഷൻ എ സൂപ്പർ ഹീറ്റിംഗ്, ഓപ്ഷൻ ബി സബ്ലിമേഷൻ, ഓപ്ഷൻ സി സബ് കൂളിംഗ്, ഓപ്ഷൻ ഡി ട്രിപ്പിൾ പോയിൻറ്റ്. ആൻസർ ഓപ്ഷൻ ബി സബ്ലിമേഷൻ ആണ്. നമുക്ക് നോക്കാം. സോളിഡ് ലിക്വിഡ് ആവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെൽറ്റിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലിക്വിഡ് ഗ്യാസ് ആവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. തിരിച്ച് ഗ്യാസ് ലിക്വിഡ് ആവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ലിക്വിഡ് സോളിഡ് ആവുന്ന സ്റ്റേറ്റിനെയാണ് നമ്മൾ ഫ്രീസിങ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന പ്രോസസ്സാണ്. ഇത് കൂടാണ്ട് വേറെ 2 പ്രോസസ്സ് ഉള്ളത്. സോളിഡ് നേരിട്ട് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ആവുന്നുണ്ടെങ്കിൽ വിത്തൗട്ട് പാസിങ് ത്രൂ ദി ലിക്വിഡ് സ്റ്റേറ്റ്, നേരിട്ട് സോളിഡ് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് ആവുന്നു, ലിക്വിഡ് സ്റ്റേറ്റിൽ കൂടെ പാസ് ചെയ്യാണ്ട്, ആ ഒരു പ്രോസസ്സിനെ നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. നേരെ തിരിച്ച് അതേപോലെ തന്നെ ഗേഷ്യസ് നേരെ സോളിഡ് സ്റ്റേറ്റിലോട്ട് വരികയാണ് വിത്തൗട്ട് പാസിങ് ത്രൂ ദി ലിക്വിഡ് സ്റ്റേറ്റ്. അതായത് ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട്, ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലോട്ട് ലിക്വിഡ് സ്റ്റേറ്റിൽ കൂടെ കടന്നു പോകാണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡെപ്പോസിഷൻ എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചോദിച്ചത് സോളിഡിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് പോകുന്ന പ്രോസസ്സ് ലിക്വിഡ് സ്റ്റേറ്റിൽ കൂടെ പാസ് ചെയ്യാണ്ട്, അതിനാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോ പാർട്ടിൽ വരും. ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള PSC ടെക്നിക്കൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്.